It's me Savita Charles from Poothurans. നമ്മൾ ഇന്ന് കാണുന്നത് അമേരിക്കൻ ക്രേപ്പിൽ വന്നിരിക്കുന്ന റണ്ണിംഗ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ്. ഡിഫറെന്റ് ഡിസൈൻസ് ആണ്. രണ്ട് ഡിസൈനിന്റെ 4 കളേഴ്സ് വീതം 42 ഇഞ്ച് വിഡ്ത്തിൽ 42 rupees per meter ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കാം. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു ജിയോമെട്രിക്കൽ ഡിസൈൻ പോലത്തെ ഡിസൈൻ ആണ്. ഇത് വന്നിരിക്കുന്നത് നമുക്കൊരു മെറൂണിഷ് ആയിട്ടുള്ള റെഡ് കളർ എന്ന് പറയാം, ഫസ്റ്റ് കളർ. അതിനകത്തേക്ക് തന്നെ നല്ല ഒരു ഡിസൈൻസ് ആണ്. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നമുക്കത് വെച്ച് നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. 42 ഇഞ്ച് വിഡ്ത്തിൽ 42 rupees per meter. ഇതിൻ്റെ തന്നെ 3 കളറും കൂടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഗ്രീൻ ആണ്. ഗ്രീനിനകത്തേക്ക് നമ്മൾ ആദ്യം കണ്ടപ്പോഴും ആ ഒരു കളറിൻ്റെ 2-3 ടോൺസ് അതിനകത്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീനിനകത്തും ആ ഒരു ഗ്രീൻ തന്നെ 2-3 ടോൺസിലേക്കാണ് അത് പോകുന്നത്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് കേട്ടോ. ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. തിക്കായിട്ടുള്ള നല്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. നല്ലൊരു ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഫാബ്രിക് തന്നെയാണ്. പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണങ്ങിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റുന്ന പോലത്തെ ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്ന ഒരു ഫാബ്രിക് തന്നെ. നെക്സ്റ്റ് വൺ വരുന്നത് ബ്രൗണും തന്നെയാണ്. അതായത് ഒരു കോഫി ബ്രൗണിന് മാച്ച് ചെയ്യാവുന്ന ഒരു കളറിലേക്കാണ് ഇത് വന്നിട്ടുള്ളത്. ഇങ്ങനെയായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് കേട്ടോ. നല്ല ഒരു കളർ ടോണാണ് ഇതിനകത്തും വന്നിട്ടുള്ളത്. ലാസ്റ്റ് വൺ ഗ്രേയുടെ ഒരു ടോണിലേക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈനിന് 4 കളേഴ്സ് കണ്ടു കഴിഞ്ഞു. ഗ്രേ ടോണിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് ഇതിൻ്റെ ഡിസൈൻസ് എല്ലാം തന്നെ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഫ്ലോറൽ പാറ്റേണിലാണ്. ബോട്ടിൽ ഗ്രീനിനകത്തേക്ക് ഒരു പീച്ച് കളറിലുള്ള പ്രിൻ്റ് ആണ് കേട്ടോ. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത്. ലൈനിങ് ഒന്നും ഇല്ലാതെ ചെയ്യാവുന്നതാണ്. നമുക്ക് പലാസോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. വീട്ടിലിടുന്ന ആ ഒരു ചെറിയൊരു ടോപ്പിന് പെയർ ചെയ്യാവുന്ന പോലെയൊക്കെ ചെയ്ത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഗ്രേപ്പ് വൈൻ കളറിലേക്കാണ് ഇത് പോകുന്നത്. നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ ഒരു കളറൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് മുഷിഞ്ഞാലും ഒന്നും അറിയാത്ത തരത്തിലുള്ള, അതായത് വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ ബ്ലാക്കിനകത്തേക്ക് ഒരു റെഡിൻ്റെ ഒരു ടോണിലുള്ളൊരു കളറാണ് പോകുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈൻസ് തന്നെയാണ്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ സ്റ്റൈലിലാണ് ഇതിൻ്റെ ഡിസൈൻസ് എല്ലാം തന്നെ വരുന്നത്. ലാസ്റ്റ് വൺ വരുന്നത് റെഡ് കളറിലേക്കാണ്. റെഡും ബ്ലൂവും കൂടിയായിട്ടുള്ള ആ ഒരു ടോണിലാണ് ഇതിൻ്റെ ഡിസൈൻസ് എല്ലാം തന്നെ വരുന്നത്. ഞാനിതൊന്ന് വെച്ച് കാണിച്ചു തരാം. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത്. പിന്നെ കണ്ടത് അമേരിക്കൻ ക്രേപ്പിലുള്ള റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കളക്ഷൻ. 42 ഇഞ്ച് വിഡ്ത്തിൽ 42 രൂപ പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവർ 8891060225 കോൺടാക്ട് ചെയ്യണേ. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.